ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി ഇട്ടിട്ടില്ല, കാരണം ഒരുപാട് ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇന്നാണ് കാണിക്കുന്നത്. നല്ല കിഡിലൻ ഹൈദരാബാദ് ചിക്കൻ മജസ്റ്റിക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയൊക്കെ അല്ലേ, ഈ മഴയത്തൊക്കെ നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ് ചടപ്പിക്കുന്നില്ല, അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ചിക്കനെ എടുത്തിട്ടുള്ളൂ, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചിക്കൻ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാറ് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലോട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ടൈം ഉണ്ടെങ്കിൽ കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇരുമ്പൻ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു 2-3 പ്രാവശ്യം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ പരന്നിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനോ ഫ്രൈ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കട്ടിയായി പോവും. അതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഓരോന്നും വേർപ്പെടുത്തി വെക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് പരസ്പരം ഒട്ടിപ്പിടിക്കും. ഇതിൻ്റെ 2 ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് ഒന്ന് കോരിയെടുക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ വേവായിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് കോരി മാറ്റിയിട്ട് നെക്സ്റ്റ് ട്രിപ്പായിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് വരാം. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം ചിക്കനൊക്കെ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്താണല്ലോ. അപ്പോൾ ഇതിലേറെ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം, എങ്കിലേ നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ഓയിലിൽ കിടന്ന് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തത് കുറച്ചായിപ്പോയി, അതിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി ഇങ്ങനെ അരിഞ്ഞതും, അതോടൊപ്പം ഒരു 4 പച്ചമുളക് ഇങ്ങനെ നടുവിൽ കീറിയതും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പച്ചമുളകൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളി ഒരു ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് ഈ ഒരു പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടാലാണ് കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പിലയും മസ്റ്റാണ്, അതിൻ്റെ ഫ്ലേവറും കൂടെയൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അത് രണ്ടും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലോട്ട് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കാം. അതൊന്നിങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഈ പൊടികളും തൈരൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ വെള്ളം പോലെ കാണും. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് സോയ സോസ് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം വേണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. കാരണം ഇതിൽ സോയ സോസിൽ ഉപ്പ് ഉണ്ടാവും. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ചിത്തിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അവസാനം കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായി അരിഞ്ഞതും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ആ ഒരു ഫ്രൈ ചെയ്യണ ടൈം മാത്രമേ ഉള്ളൂ. ലാസ്റ്റിൽ ഈ ഒരു ചിക്കന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിപ്പോൾ നമ്മൾ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളിപ്പോൾ ഒരു ഫിലിം കാണാൻ പോവാണ്. അപ്പോൾ അത് കണ്ട് ഇങ്ങനെ വെറുതെ കുറച്ച് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അതുപോലെ നല്ല 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.